കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ നിന്ന് നമ്മൾ കേട്ടൊരു വാർത്ത, MDMA പാക്കറ്റുമായി പിടിച്ച ഒരാൾ അയാളത് വിഴുങ്ങുകയാണ് ചെയ്തത്, തുടർന്ന് മരണം സംഭവിക്കുകയാണ് ചെയ്തത്. ഷാനിദിന്റെ മരണത്തിൽ അന്വേഷണം തുടരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. സജീവ് സി വാര്യർ വിവരങ്ങളുമായി. സജീവ്, എല്ലാ മേഖലകളിലും ഇത് മുറിക്കേണ്ടതുണ്ട് ഈ കണ്ണികൾ. ഷാനിദ് നേരത്തെ തന്നെ ലഹരി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ്. പിന്നീട് വീണ്ടും ഇയാൾ ഇതിലേക്ക് വന്നു, ഈ പോലീസിനെ കണ്ട് ഇത് വിഴുങ്ങി, അത് ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമോ? എന്തൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം 3 പാക്കറ്റുകൾ, ഇയാൾ വിഴുങ്ങിയ 3 പാക്കറ്റുകളിൽ ഒന്ന് പൊട്ടുകയും അതിനകത്തുള്ള MDMA ക്രിസ്റ്റൽ തരികൾ ഇയാളുടെ ശരീരത്തിൽ രക്തത്തിൽ കലരുകയും ചെയ്തു. ഇത് പ്രകാരമാണ് മരണം സംഭവിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനം. വിശദമായ റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും അമിതമായ അളവിൽ MDMA അകത്ത് ചെന്നാൽ മരണം സംഭവിക്കും എന്നുള്ളതാണ് ശാസ്ത്രീയമായ കാര്യം. അത് പ്രകാരം ഇയാളുടെ വയറ്റിൽ എത്തിയത് 130 ഗ്രാമിലേറെ MDMA ആണ്. ഒരു പൊതിയിൽ കഞ്ചാവായിരുന്നു. മുകളിൽ അമർത്തി ഒട്ടിക്കുന്ന തരത്തിലുള്ള സിപ്പ് കവറുകളാണ് ഇയാൾ വിഴുങ്ങിയത്. 3 കവറുകൾ വയറ്റിലുണ്ടായിരുന്നു. അത് പോലീസിനെ വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ ഈ കവറുകൾ വിഴുങ്ങിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഒടുവിൽ ഇയാൾ ആദ്യം കഞ്ചാവാണെന്ന് പറഞ്ഞു, പിന്നീട് MDMA ആണെന്ന് സമ്മതിച്ചോടെയാണ് വിദഗ്ധമായ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. പിന്നീട് എൻഡോസ്കോപ്പി നടത്തി. എൻഡോസ്കോപ്പിയിൽ കവറുകൾ, പ്ലാസ്റ്റിക് കവറുകളിൽ ക്രിസ്റ്റൽ തരികൾ അടങ്ങിയ പാക്കറ്റുകൾ വയറ്റിൽ കണ്ടെത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇയാൾ ഈ ശസ്ത്രക്രിയക്ക് സമ്മതം കൊടുത്തിരുന്നില്ല, ഒപ്പിട്ട് നൽകാൻ വിസമ്മതിച്ചു. പിന്നീട് ബന്ധുക്കളും അതുപോലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെയും അഭിപ്രായം പരിഗണിച്ച്, നിയമവിദഗ്ധരുടെയും അഭിപ്രായം പരിഗണിച്ചാണ് ശസ്ത്രക്രിയക്ക് ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് ഇയാളുടെ മരണം സംഭവിക്കുന്നത്. 2ാം ദിവസം. അപ്പോൾ മരണം സംഭവിച്ച ശേഷം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഇന്നലെ നടന്നു. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം പുറത്തു വന്നു. അതുപ്രകാരം ഇയാളുടെ രക്തത്തിൽ അമിതമായ തോതിൽ MDMA കലർന്നു എന്ന് കണ്ടെത്തി. അതാണ് മരണകാരണമെന്നും കണ്ടെത്തുകയുണ്ടായി. ശ്രീജ. ശരി, സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകിയത്, കോഴിക്കോട് നിന്ന്.